അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ നോമ്പിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളൊക്കെയും നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലേ? നോമ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കർമ്മമാണ്. നിർബന്ധമായ ഒരു കർമ്മമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾ തെക്കവയുള്ളവരായേക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുസ്ലിം സമൂഹത്തിന് നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പ് കാലത്തും നോമ്പുണ്ടായിരുന്നു എന്ന് ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു കാര്യമല്ല, മുമ്പേ നോമ്പുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നാണ്. അതായത് മുമ്പ് കാലത്ത് പ്രവാചകന്മാരുടെ കാലത്തൊക്കെ നോമ്പ് എന്ന് പറയുന്നത് അത് ഇതുപോലൊരു മാസം മുഴുവനായിട്ടുള്ള നോമ്പായിരുന്നില്ല എന്നായിരുന്നു. കാരണം അതിൽ പറയുന്നത് ഓരോ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുക എന്ന രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കുമ്പോൾ, ഇതിപ്പോൾ ഹിജ്റ 2-ാം വർഷമാണല്ലോ അത് നോമ്പ് നിർബന്ധമാക്കുന്നത്, റമളാനിലെ നോമ്പ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതുപോലെ ഇടയ്ക്ക് 3 ദിവസം എന്ന രൂപത്തിലൊക്കെ നോമ്പ് നോറ്റിരുന്നു എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതായാലും നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമ് എന്നാണല്ലോ അതിന് പറയുക. സൗമ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇംസാക്ക് എന്നാണ്. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ്. നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. നോമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ഒരു സെൽഫ് കൺട്രോളിങ് ആണല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, അങ്ങനെ നമ്മളെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ആ വാക്കിന് തന്നെ സൗമ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ആ കാര്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. റമളാനിലാണല്ലോ സൗമുള്ളത്. അപ്പോൾ റമളാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അറബി മാസങ്ങളിൽ ഹിജ്റ കലണ്ടർ അനുസരിച്ച് കൊണ്ടുള്ള മാസങ്ങളിലെ ഒരു മാസമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ. റമളാൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം ചൂടുള്ളത് എന്നൊക്കെയാണ്. അതായത് ചൂട് കാലത്ത് അറബിയിൽ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ മണൽ ചൂടായി കിടക്കും, അതിനാണ് പറയുക. അപ്പോൾ എന്തുകൊണ്ട് റമളാനിൽ അങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ മാസങ്ങളിലുള്ള ചൂടും ആ സന്ദർഭങ്ങളിലുള്ള ചൂടൊക്കെ ആയിരിക്കും. അതേസമയം അത് കരിച്ചു കളയുന്നത് എന്നൊരർത്ഥം അതിന് പറയാറുണ്ട്. അതായത് പാപങ്ങളെയൊക്കെ കരിച്ചു കളയുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സൗമുമായി റമളാനുമായി ബന്ധപ്പെട്ട ഇങ്ങനെ കുറേ ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും റമളാനിലാണ് നോമ്പ് എന്ന് പറയുമ്പോൾ നോമ്പ് തുടങ്ങുന്നത് മാസം കാണുന്നതോടുകൂടിയാണ്. ഹിജ്റ കലണ്ടർ അനുസരിച്ചുകൊണ്ട് അത് ചന്ദ്രമാസത്തിനനുസരിച്ചു കൊണ്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രപ്പിറവിയാലാണ് ഒരു മാസം ആരംഭിക്കുക. അപ്പോൾ ഈ ചന്ദ്രപ്പിറ കാണുക എന്ന് പറയുന്നതാണ് റമളാനിൻ്റെ തുടക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സുമു ലി റുഇയതിഹി വഫ്തിറു ലി റുഇയതിഹി. നിങ്ങൾ മാസം കാണുമ്പോൾ നോമ്പ് നോൽക്കാൻ തുടങ്ങുക, പിന്നെ മാസം കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുക. പിന്നെ മാസം കാണുക എന്ന് പറഞ്ഞാൽ ശവ്വാൽ മാസം കാണുമ്പോൾ അവസാനിപ്പിക്കുക. അപ്പോൾ മാസം കാണുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ മൊത്തത്തിൽ ലോകത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ അതിലുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. പ്രധാനമായിട്ടും 2 അഭിപ്രായമുണ്ട്. അതിലൊന്ന് നമ്മളുടെ കണ്ണുകൊണ്ട് മാസം കാണണം എന്നാണ്. അതായത് അതുകൊണ്ടാണ് നമ്മൾ റമളാൻ തുടങ്ങിയോ ഇല്ലേ എന്ന് ശഅബാൻ 29 ആവുമ്പോൾ മാസം കാണുന്നുണ്ടോ നോക്കും. അങ്ങനെ അന്ന് കണ്ടില്ലെങ്കിൽ നാളെ ശഅബാൻ 30 അത് കഴിഞ്ഞിട്ടാണ് നോമ്പ് തുടങ്ങുക. അല്ല, അതിൻ്റെ 29-ന് നമ്മൾ മാസം കണ്ടാൽ പിറ്റേന്ന് തുടങ്ങും. അപ്പോൾ മാസം കാണുക, കണ്ണുകൊണ്ട് കാണുക. നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു മദ്ഹബ് അനുസരിച്ച് കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം അങ്ങനെ മാസം നമ്മളുടെ കണ്ണുകൊണ്ട് കാണേണ്ടതില്ല. കാരണം ചന്ദ്രൻ എന്നാണ് പിറക്കുക, ന്യൂ മൂൺ എന്ന് പറയും. ഈ ന്യൂ മൂൺ എന്ന് പറയുന്നത് അത് കണ്ണുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അത് കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാക്കാൻ പറ്റും.
ഇന്ന ദിവസം ചന്ദ്രപ്പിറവി ഉണ്ടാവും. പക്ഷെ അന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് അങ്ങനെയുള്ള കണക്കുകളൊന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുക എന്നുള്ള രീതിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ കാലത്ത് നമുക്ക് കണക്ക് കൂട്ടിയിട്ട് കാണാം എന്നും അഭിപ്രായമുള്ളവരുണ്ട്. ഏതായാലും ഈ 2 അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയത്തിലുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിൽ ഒന്ന് തെറ്റാണ്, ഒന്ന് ശരിയാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. അതൊക്കെയും ഓരോ ഇജ്തിഹാദുകളാണ്. അതിൽ തെറ്റും ശരിയുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണ് നോമ്പ് ആരംഭിക്കുക. പിന്നെ നോമ്പിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുബഹി മുതൽ മഗ്‌രിബ് വരെ നമ്മൾ ഭക്ഷണവും പാനീയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സുബഹിക്ക് മുമ്പ് നമ്മൾ അത്താഴം കഴിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സുഹൂർ എന്ന് പറയും. അപ്പോൾ അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തായ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിസ് സുഹൂരി ലബറക്ക. തീർച്ചയായും അത്താഴം കഴിക്കുക എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഒരു ബർക്കത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാരണം സാധാരണ നമ്മളുടെ ശീലത്തിൽ പെട്ടതല്ലല്ലോ ആ സമയത്ത് ഭക്ഷണം കഴിക്കുക. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതിലെന്തുണ്ട്? ഒരു ബർക്കത്തുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. പിന്നെ നോമ്പ് തുടങ്ങി. അങ്ങനെ പിന്നെ നോമ്പിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ നമസ്കാരങ്ങൾ, അതുപോലെ ഖുർആൻ പാരായണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അതിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം റമളാൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെയും ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുമെന്നാണ്. അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നാണ്. അതുപോലെ നമ്മളുടെ തെറ്റുകളൊക്കെ പുറത്ത് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നോമ്പ് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നൊരു ഹദീസുണ്ട്. അതിലിങ്ങനെ പറയും, റമളാൻ ആഗതമാകുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ, വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ സുഫിദത്തി ഷയാത്തീൻ, പിശാച് ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നോമ്പ് കാലത്ത് ആരെങ്കിലും മരിച്ചാൽ ആരും നരകത്ത് പോകില്ല എന്നൊന്നല്ല. അത് നോമ്പ് കാലമാകുമ്പോൾ നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും നന്മ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഓരോ ആളിലും ഉണ്ടാകും. ചുറ്റുപാടും നന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷം രൂപപ്പെടുമെന്നാണ്. തെറ്റുകളിൽ നിന്നൊക്കെ ആളുകൾ പൊതുവെ അകന്നു നിൽക്കും. നോമ്പല്ലേ, റമളാനല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത ആളുകളെ തെറ്റുകളിൽ നിന്ന് അകറ്റും. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് മാറുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നോമ്പ് തുറക്കുക, ഇഫ്താർ എന്ന് പറയില്ലേ. അപ്പോൾ നോമ്പ് തുറക്കൽ വേഗത്തിലാക്കുക എന്നാണ് പറയുന്നത്. അതായത് സമയമായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കുക. അതിന് പിന്നെ സമയമായോ എന്നൊക്കെ പറഞ്ഞ് വസ്വാസം ഉണ്ടാവേണ്ട കാര്യമില്ല. ബാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കുക എന്നുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥന ചൊല്ലണം എന്നുള്ളതാണ്. അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്കിക അഫ്തർതു എന്നാണ്. അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നീ തന്ന വിഭവം കൊണ്ട് ഞാനിതാ നോമ്പ് തുറക്കുന്നു എന്നതാണ്. അള്ളാഹുവെ സ്മരിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പ് നോറ്റു എന്ന് പറയുന്ന മനസ്സോടുകൂടി നമ്മൾ നോമ്പ് തുറക്കുകയാണ് ചെയ്യുക. വേറെയും ദിക്റുകളുണ്ട്. ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ദാഹം മാറി, നരമ്പുകളൊക്കെ നനഞ്ഞു, അതിൻ്റെ പ്രതിഫലം അള്ളാഹ് തീരുമാനിച്ചാൽ എനിക്ക് പ്രതിഫലം ഉറപ്പായി എന്നൊക്കെ പറയുന്ന ദിക്റുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിക്റൊക്കെ നമ്മൾ ആ നോമ്പുറക്കുന്ന സമയത്ത് ചൊല്ലാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നതും വളരെ പുണ്യകരമായൊരു പ്രവർത്തനമാണ്. നമ്മളിപ്പോൾ ഒരാളെ വിളിച്ച് നോമ്പ് തുറപ്പിച്ചാൽ അവരുടെ നോമ്പിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം നമുക്കുണ്ടാവുന്നതാണ്. ഒരിക്കൽ വിഹിതം കുറയൊന്നുമില്ല, നമുക്കും ഒരു വിഹിതം നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടാകും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെയും ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഇടയ്ക്ക് നോമ്പൊക്കെ തുറപ്പിക്കുക. അത് പരസ്പരമുള്ള ബന്ധത്തെ കൂടി നന്നാക്കാൻ നല്ല കാര്യമാണ്. നോമ്പിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തറാവീഹ് നമസ്കാരമാണ് അല്ലേ. തറാവീഹ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു സമയങ്ങളിലൊന്നും ഇല്ലാത്തൊരു നിസ്കാരമാണ്. നമ്മൾ രാത്രിയിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റാഹത്തിൽ നിന്ന് വന്നാണ്. റാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമാധാനം, ആശ്വാസം എന്നാണ്. അതായത് 2 റക്അത്ത് 2 റക്അത്ത് 2 റക്അത്ത് ഇങ്ങനെയാണ് തറാവീഹിൻ്റെ രൂപം. അപ്പോൾ 2 റക്അത്തുകൾക്കിടയിൽ നമ്മൾ കുറച്ച് സമയം സ്വസ്ഥമായിട്ട് ഇരിക്കുക, ദിക്ർ ചൊല്ലുക. അതാണ് ആ റാഹത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തറാവീഹ് എന്ന് പറയുന്നൊരു പേര് അതിന് കിട്ടിയത്.
അപ്പോൾ തറാവീഹ് എത്ര റക്അത്താണ് എന്നതിലും നമ്മുടെ നാട്ടിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് പിന്നെ 11 റക്അത്തേ തറാവീഹ് പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് 8 റക്അത്ത് ഇതും 3 റക്അത്ത് വിത്തറും തറാവീഹ്. എന്നാൽ സ്വഹാബത്തിൽ പല ആളുകളും 21 റക്അത്തുകൾ നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 21 റക്അത്താണ് തറാവീഹ് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ രണ്ടും ഈ പറയുന്നത് പോലെ നമുക്ക് രണ്ടിനും തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒന്ന് തെറ്റാണ്, ഒന്ന് ശരിയാണ് എന്നൊന്നും പറയേണ്ട. ഓരോരുത്തരും അവരവർക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തിൽ അവർ ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അതിൽ മാനിക്കുകയും ചെയ്യുക, അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ നമുക്ക് സ്വീകരിക്കേണ്ട നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ തറാവീഹ് നമസ്കരിക്കുക, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റമളാനിൻ്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചവർക്ക് അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതാണ്. അപ്പോൾ അത് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നതാണ്. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിച്ച രാത്രി എന്നുള്ളതാണ്. അതായത് ഖുർആൻ അവതീർണമായതിന് പല ഘട്ടങ്ങളുണ്ട് എന്നാണ്. അതായത് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന ഒരു ഫലകമുണ്ട് ആകാശലോകത്ത്. അള്ളാഹു സുബ്ഹാനഹു തആല അതിലേക്കാണ് ഖുർആൻ ആദ്യമായി മുഴുവനായിട്ടും വെക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദിലാണ് സൂക്ഷിക്കുന്നത്. അതിൽ നിന്ന് ആകാശലോകത്തേക്ക് ഒന്നിച്ചിറക്കുന്നുണ്ട്. അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാ ഉദ്ദുനിയയിലേക്ക്, ആ ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഖുർആനിനെ ഇറക്കിയ രാവാണ് ലൈലത്തുൽ ഖദർ എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ ലൈലത്തുൽ ഖദറിന് അതിന് വലിയ ശ്രേഷ്ഠതയാണുള്ളത്. കാരണം ഖുർആൻ അവതരിച്ച ഒരു രാവാണ്. അതുകൊണ്ട് ആ രാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് 1000 മാസം ചെയ്യുന്ന പ്രവർത്തനത്തേക്കാൾ പ്രതിഫലങ്ങളുണ്ട് എന്നാണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ആ രാവിൽ ഉറങ്ങാതെ ഇരുന്ന് നമസ്കാരങ്ങളുമായി, ദിക്റുകളുമായി, ഖുർആൻ പാരായണങ്ങളുമായി, പ്രാർത്ഥനകളുമായിട്ടൊക്കെ വിശ്വാസികൾ കഴിഞ്ഞുകൂടുകയാണ് അതിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ. അതാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അതെന്നാണ് എന്നത് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് റമദാനിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ഏത് രാവിലും ആകാം എന്നുള്ളതാണ്. കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് അവസാനത്തെ 10കളിലാണെന്നാണ്. ആ അവസാനത്തെ 10കളിൽ തന്നെ ഒറ്റയായ രാവുകളിലാണ് കൂടുതൽ സാധ്യത എന്നാണ്. 27 രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ്. അതിൽ ഏത് രാവുകളിലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാമെന്നാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ പ്രത്യേകിച്ച് അവസാനത്തെ രാവുകളാകുമ്പോൾ അതിലെ എല്ലാ രാത്രിയും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് അതിലെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത്, അതുകൂടി നോമ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നോമ്പിൽ നമ്മൾ സംഭവിച്ച അബദ്ധങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് അത് മാറുന്നതാണ്. അതെല്ലാവരും ചെയ്യണതാണ്. ഇപ്പോൾ നോമ്പ് എല്ലാവർക്കും നിർബന്ധമില്ല. ഇപ്പോൾ കുട്ടികൾക്കും നിർബന്ധമില്ലല്ലോ. പ്രായപൂർത്തിയാകുമ്പോഴാണ് നോമ്പ് നിർബന്ധമാവുന്നത്. എന്നാൽ സക്കാത്തുൽ ഫിത്ർ ചെറിയ കുട്ടികൾക്ക് വേണ്ടി അടക്കം കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ നോമ്പ് കഴിയുന്നതിന് മുമ്പ് ജനിച്ച ആ കുട്ടികൾക്കൊക്കെയും അവരുടെ പേരിൽ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുക എന്ന് പറയുന്നത് അത് പെരുന്നാളിൻ്റെ ദിവസം ആരും പട്ടിണി എടുക്കരുത്, എല്ലാവർക്കും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുണ്ടാവണം എന്നതാണ് ഫിത്ർ സക്കാത്തിൻ്റെ ഒരു ഉദ്ദേശം. 2 നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നോമ്പിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാനാണ് സക്കാത്തുൽ ഫിത്ർ. അപ്പോൾ നോമ്പിനെക്കുറിച്ച് കുറേ വിവരങ്ങൾ പറഞ്ഞതാണ്. എന്താണ് നോമ്പിൻ്റെ അർത്ഥം, എന്താണ് റമളാന്, അതുപോലെ എന്താണ് സുഹൂർ, എന്താണ് ഇഫ്താർ, എന്താണ് തറാവീഹ്, എന്താണ് ലൈലത്തുൽ ഖദർ, അതുപോലെ എന്താണ് സക്കാത്തുൽ ഫിത്ർ. ഇതൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നോമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളുടെ നോമ്പൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.